ബിഗ് ബോസ് സീസൺ 7 അങ്ങനെ കഴിഞ്ഞ ആഴ്ചത്തെ എവിക്ഷനൊക്കെ കഴിഞ്ഞതിൽ അഭിലാഷ് അതുപോലെ ജിഷിനും ഔട്ടായിരിക്കുകയാണ്. ജിഷിനല്ലായിരുന്നു പോവേണ്ടത്, സാബുമാനായിരുന്നു വോട്ട് കുറവ്. അഭിലാഷിന് ഏറ്റവും കുറവായിരുന്നു. അതിൻ്റെ തൊട്ട് മുകളിൽ നിന്നത് സാബുമാനെ ഔട്ടാക്കിയില്ല. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു സാബുമാൻ അവിടെ നിർത്തിക്കൊണ്ട് മിക്കവാറും പണപ്പെട്ടി കൊടുത്ത് വിടാനുള്ള പ്ലാൻ ആയിരിക്കും. കുറച്ചുകൂടെയൊക്കെ ഒന്ന് മുന്നോട്ട് പോകാനുള്ള ഒരിതായിരിക്കും. ബിഗ് ബോസിൻ്റെ കളിയാണത്. ജിഷിന് ഔട്ടാവൂലായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ജിഷിനെ വെറുത്ത് തുടങ്ങിയായിരുന്നു. ജിഷിൻ വന്ന് കയറിയ സമയത്ത് അനുമോളെ എല്ലാവരും കൂടി കൂട്ടത്തോടെ ആക്രമിക്കുന്ന സമയത്ത് ജിഷിൻ അനുമോക്ക് സപ്പോർട്ടായിരുന്നു. നല്ല കാര്യമായിരുന്നു. ഒരു പെങ്ങളുട്ടിയെ കാണുന്നത് പോലെ അവരെന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡിലൊക്കെ ഒരുപോലെ വർക്ക് ചെയ്ത ആളുകളാണ്. ജിഷിനെ ഒരു പ്രത്യേക സ്നേഹമായിരുന്നു. അനുമോളെ ഓരോന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര വിഷമങ്ങളായിരുന്നു. 1-2 ആഴ്ച കഴിയണത് വരെയൊക്കെ നല്ലതുപോലെ അനുമോളെടുത്ത് നിന്നെങ്കിലും പിന്നെ ജിഷിൻ കൊണ്ട് ഗ്രൂപ്പിലോട്ട് അങ്ങ് തിരിഞ്ഞ് അക്ബറിൻ്റെ കൂടെ ആര്യൻ്റെ കൂടെയൊക്കെ അങ്ങോട്ട് തിരിഞ്ഞ് ഗ്രൂപ്പ് പൊളിക്കാൻ വന്ന ആളുകളാണ്. ഗ്രൂപ്പായിട്ട് അങ്ങ് മാറി. ജിഷിൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ ജിഷിൻ ഉറപ്പായിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുമായിരുന്നു. ആളെയൊക്കെ ഇഷ്ടപ്പെടുമായിരുന്നു. ജിഷിന് വായി തോന്നനാണ് പറയണത്. എന്നിട്ട് ലാസ്റ്റ് നോമിനേഷനിൽ ജിഷിൻ പോണതിൻ്റെ മുമ്പുള്ള നോമിനേഷനിൽ പോണ ആഴ്ചയിലുള്ള നോമിനേഷനിൽ ജിഷിൻ മാത്രം അനുമോളെ നോമിനേറ്റ് ചെയ്തിട്ട് കാര്യം പറഞ്ഞു. പ്ലാച്ചിയം വെച്ചുകൊണ്ടിരിക്കുമെന്നും ഗെയിം കളിക്കൂലെന്ന്. അനുമോള് കളിക്കാത്തതെന്ത്? അനുമോള് ഗെയിം കളിക്കുക തന്നെ. നിന്നെ കാട്ടി നല്ല ഇതായിട്ട് തന്നെയാണ് അനുമോള് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജിഷിന് സത്യം പറഞ്ഞാൽ പിന്നെ ആയപ്പോൾ അനുമോളോട് അസൂയായിട്ടൊക്കെ എനിക്കങ്ങനെയാണ് തോന്നിയത്. ജിഷിന് ഭയങ്കര അസൂയായിട്ടൊക്കെയാണ് തോന്നിയത്. ജിഷിൻ അങ്ങനെ അനുമോളെ നോമിനേറ്റ് ചെയ്തു. ജിഷിൻ മാത്രമേ ചെയ്തോളായിരുന്നു. പക്ഷേ അനുമോള നോമിനേഷനിലില്ലായിരുന്നു. ഈ നോമിനേറ്റ് ചെയ്തിട്ട് കാരണം പറഞ്ഞ സമയത്ത് അനുമോള് ഇങ്ങനെ വിരലിങ്ങനെ ചൂണ്ടിയിട്ട് ഇങ്ങനെ ആക്കി. അനുമോൾക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപോലെ നിന്ന് വർക്ക് ചെയ്ത ഒരാൾ വന്ന് നിന്നും കൊണ്ട് അനുമോളെ എതിർത്ത് പറയുമ്പോൾ അവൾക്ക് വിഷമമുണ്ടായി. അതിൻ്റെ പേരിൽ അവൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത്തിരി കൂടെ അങ്ങ് അടുപ്പിച്ച് പറഞ്ഞു. എനിക്ക് അപ്പോഴത്തൊട്ട് എനിക്ക് ജിഷിൻ്റെ അടുത്ത് സത്യം പറയാൻ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് തോന്നിയത്. ജിഷിനെ ഔട്ടാക്കി കളയണേ, ഔട്ടാവണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. എനിക്ക് തോന്നണം അനുമോൾ ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ കുട്ടിയുടെ മനസ്സിലെ വേദന കൊണ്ടായിരിക്കാം. അതിൻ്റെ വിഷമം അത് ഉള്ളിൽ കടിച്ചമർത്തിയത് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. അതിന് ഇത്രയും ഈ ബിഗ് ബോസിനകത്തിട്ട് വേറെ ആർക്കും ഇത്രയും ആക്രമണം ഉണ്ടായിട്ടില്ല. അത്രയ്ക്കാണ് ഈ അപ്പാനി ശരത്ത് ഭയങ്കര ക്രൂരമായിട്ടുള്ള ആക്രമണമായിരുന്നു. അതുപോലെ അക്ബറൊക്കെ ഇപ്പോഴാണ് ഒരുങ്ങിയത്. പിന്നെ ആര്യൻ എന്തെല്ലാം ചെയ്ത് അനുമോളെ നെഗറ്റീവായി ചിത്രീകരിക്കാൻ വേണ്ടി ആര്യൻ ഒരുപാട് കള്ളത്തരങ്ങൾ അവിടെ മെനഞ്ഞുണ്ടാക്കി. സത്യം പറഞ്ഞ ജിസയിലുമായിട്ടുള്ള രംഗത്തിൽ തന്നെയും അവർ രണ്ടുപേരും കൂടെ ഉള്ള കണക്ഷനിൽ അവർക്ക് ഇപ്പോഴും കണക്ഷനുണ്ട്. അതിപ്പം ലാലേട്ടൻ വന്നപ്പോൾ ചോദിച്ചായിരുന്നു. അതൊക്കെ നല്ല കാര്യം ചോദിച്ചത്. ഇപ്പോഴാണ് ഏഷ്യാനെറ്റ് ഉണർന്നത്. ചോദിക്കണമെന്ന് തോന്നിയത് എന്തിനാണ് എനിക്ക് തോന്നണത് ഇവർക്ക് നെഗറ്റീവ് മേടിച്ച് കൊടുക്കാനുള്ള പ്ലാൻ ആയിരിക്കും. ഇനിയിപ്പോൾ ആര്യനെ ജിസലിനെ അവിടെ നിർത്തേണ്ട കാര്യമില്ല. എപ്പിസോഡ് പകുതി കൂടുതൽ കഴിഞ്ഞു. അപ്പം ഇനി എങ്ങനെയെങ്കിലും അവരെ ഇറക്കി വിടണം. അപ്പോഴ് ആ പഴയ കാര്യങ്ങൾ എടുത്തിടാൻ വേണ്ടിയിട്ട് അവർ ഈ ഏഷ്യാനെറ്റ് കളിച്ച കളിയാണ്. അത് ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. ലാലേട്ടൻ അങ്ങനെ അവിടെ ചോദിച്ചു ആരൊക്കെ കണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നത് അന്നത്തെ ഒരു പ്രശ്നത്തോടു കൂടി എനിക്കിനി ഇതിലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അനുമോള് പറഞ്ഞ സത്യമാണ് കേട്ടോ. നമ്മൾ അഖിൽമാരാർ വന്നിരുന്നും കൊണ്ട് പറയുന്നു ഏഷ്യാനെറ്റ് ചൂന്ന് ഒരുപാട് 6, 7, 8, 9 മണിക്കൂറോളം ഏഷ്യാനെറ്റ് ഇങ്ങനെ നോക്കി അതിൽ ജിസയിലും ആര്യനും തമ്മിൽ ഉള്ളവരും എന്നിട്ട് കണ്ടില്ലായിരുന്ന ഏഷ്യാനെറ്റ് കാണിച്ചു തന്നില്ലല്ലേ. സത്യം പറഞ്ഞാൽ അവർക്ക് വെളുക്കണോരോ ഉറക്കവും ഇല്ല. അത് അനുമോള് കണ്ടത് ഉള്ളത് തന്നെയാണ്. അനുമോൾ അന്നും ഇന്നും പറയുന്നത് ഉള്ളതുപോലെയാണ്. അതുപോലെ തന്നെ ഇപ്പം ബാക്കിയുള്ള എല്ലാവർക്കും അതിനകത്ത് സംശയങ്ങൾ തോന്നി. ബിന്നിക്ക് ഉണ്ടായിരുന്നു, റെന ഫാത്തിമയ്ക്ക്, എല്ലാവരും പറഞ്ഞു തുടങ്ങി. അവർക്ക് അക്ബർ പറഞ്ഞു തുടങ്ങി. എല്ലാവരും ഒണിയിൽ, അഭിലാഷ് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. അതിനകത്ത് ആരുണ്ട് അത്രയും പേർക്കും ഇപ്പം അവരെ കാര്യത്തിൽ അവർ ലവ് ട്രാക്കല്ല, അവർക്ക് അതിലപ്പുറവും ഉണ്ട് എന്നുള്ള ഒരിതിലാണ് വന്ന് തുടങ്ങിയത്. ഇന്നത്തെ ലൈവിൽ
രാവിലെ വൻപിച്ച വഴക്കായിരുന്നു അനീഷും ബിന്നിയും തമ്മിൽ. അത് ഫുഡ് വേസ്റ്റാക്കി കളയണത് കൊണ്ടാണ്. ഇന്നലെ 2 ദിവസം ശനി ഞായറും 2 ദിവസങ്ങളിൽ ഫുഡ് ബിഗ് ബോസിൽ നിന്നാണ് കൊടുക്കണത്. ആ 2 ദിവസങ്ങളിൽ അപ്പം അതിൽ അവർ ഒരുപാട് നല്ല ഇഷ്ടഭക്ഷണങ്ങളൊക്കെയാണ് കൊടുക്കണത്. ഇത് ഇവർ കഴിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ പോലും വെക്കാതെ ഇവർ അവിടെ എടുത്ത് വേസ്റ്റാക്കി കളഞ്ഞിരുന്നു. അത് അനീഷ് ചോദ്യം ചെയ്തു. അവരാണ് ബെസൽ ടീം. അപ്പം ബെസൽ ടീമിലുള്ളവർക്ക് അതിൻ്റേതായത് അറിയാം. പാത്രങ്ങളിലും അവിടെ എവിടെയും കിടക്കണത് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് അനീഷിന് എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ കുട്ടിക്കാലം മുതലേ കഷ്ടപ്പാടിലൂടെ വളർന്നു വന്നവർക്ക് മാത്രമേ അത് അറിയാൻ കഴിയൂ. ബിന്നിയൊക്കെ വേറെ എവിടെയൊക്കെ നിന്ന് പഠിച്ച വ്യക്തികളാണ്. ബിന്നിയൊക്കെ കുടുംബകഥകൾ പറഞ്ഞെങ്കിൽ അമ്മയിൽ നിന്നൊക്കെ അകന്ന് കഴിഞ്ഞ് 3 വയസ്സ് തൊട്ട് വേറെയൊക്കെ നിന്ന് ഓർഫണേജിലാണ് എവിടെയൊക്കെയോ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരാളായിരുന്നെങ്കിൽ ആ ഫുഡ് വേസ്റ്റാക്കി ഒരുപാട് വേസ്റ്റാക്കി കളഞ്ഞു. അങ്ങനെ അനീഷ് വന്ന് ചോദിച്ച് അത് വലിയ വിഷയങ്ങളൊക്കെ ആയി. പിന്നെ അവസാനം അനുമോളും എല്ലാവരും കൂടെയൊക്കെ ചോറ് എടുത്തുകൊണ്ട് വെച്ച് എന്തൊക്കെയോ കറികളൊക്കെ ഉണ്ടാക്കി. അവരൊക്കെ പഴങ്കഞ്ഞി പോലെയൊക്കെ. അനുവൊക്കെ ഇവിടെ ഗ്രാമപ്രദേശത്ത് കിടക്കുന്നവരാണല്ലോ. അപ്പം അവർക്ക് അതിൻ്റെ ഒരു നാടൻ പെൺകുട്ടി. അപ്പം അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഒരുപാട് അറിഞ്ഞു വന്നതാണ് ഈ അനുമോളെ ഒരുപാട് കഥകൾ ഇങ്ങനെ അനുമോൾ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് ഇൻ്റർവ്യൂകളിലായിരുന്നാലും. അനീഷിനും അനുമോൾക്കും ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടേ അല്ല. അനീഷും ആ കഷ്ടപ്പാടിലൂടെ വന്നതാണ്. അനുമോളും അതുപോലെ തന്നെയാണ്. അങ്ങനെ അവർക്ക് 2 പേർക്കും ഈ ഫുഡ് എടുക്കുമ്പോൾ ഏത് സാധനം ആയിരുന്നാലും എടുക്കുമ്പോൾ അനുമോള് പറയും, കിച്ചണിനകത്താണെങ്കിൽ പറയും, ഇത് നാളത്തേക്കും കൂടെ കരുതി വെക്കണേ, ഇന്ന് ആവശ്യത്തിന് കഴിച്ചിട്ട് നമുക്ക് നാളെ കൂടി വെക്കാം എന്ന് പറയും. ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഒന്നും കാണൂല. അങ്ങനെ അനുമോള് 2 ദിവസം മുമ്പൊക്കെ പറയുന്ന കേട്ടു, ഇതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞതാണ് ഗോതമ്പ് മാവ് കുറച്ച് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് അത് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമായിരുന്നു. അനുമോള് 100 അടുത്തൊക്കെ പറയുന്നുണ്ട്, ഇനി എനിക്ക് കിച്ചണിനകത്ത് കയറാൻ വയ്യ. ഇനി 2 ആഴ്ച കൊണ്ട് അനുമോൾ ഒരു കിച്ചണിനകത്ത് കയറാൻ വയ്യ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോന്ന് സാധനങ്ങളും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഓരോരുത്തരും കയറി സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു. കിച്ചൺ ക്യാപ്റ്റനൊന്നും ഇപ്പോൾ ഒരു വിലയില്ല. ഒണിയിൽ ക്യാപ്റ്റൻ എന്നും പറഞ്ഞ് കിടക്കണമെന്നല്ലാതെ ഒണിയിലിനെ കൊണ്ട് ഒരു കഴിവുമില്ല. ബിഗ് ബോസ് ഹൗസിനകത്ത് നല്ല ഇതായിരുന്നു. ജിഷിൻ പോയത് കൊണ്ട് ജിഷിൻ ഏറെ മെഡായിട്ടാണ് വന്നിരിക്കുന്നത്. ജിഷിൻ പോയത് നല്ലത് തന്നെയാണ്. ഇനിയിപ്പം അനീഷിൻ്റെ ഫാമിലിയും അതുപോലെ ഷാനവാസിൻ്റെ ഫാമിലിയും കയറുന്നുണ്ട്. അനീഷിൻ്റെ അമ്മയും അനിയനും കൂടിയാണ് വരുന്നത്. ഷാനവാസിൻ്റെ ഫാമിലി, ഷാനവാസിൻ്റെ വൈഫും മോളെയാണ് കാണിക്കുന്നത്. ഇനി 2 പേര് വെച്ചിട്ട് വരാൻ പറ്റുള്ളൂ എന്തോ അത് അറിയാൻ വയ്യ. അതുകൊണ്ടായിരിക്കും 2 പേര് വരണത്. പിന്നെ ജിഷിൻ എയർപോർട്ടിൽ വന്നതിന് ശേഷം ജിഷിൻ്റെ വൈഫ് വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പം അതിനു മുമ്പ് ജിഷിൻ്റെ വൈഫ് അവിടെ എന്തൊക്കെയോ പറയുന്നത്, ക്യാമറയും കൊണ്ട് മൊബൈലും തൂക്കി പിടിച്ചുകൊണ്ട് നടക്കണോമാരുടെ അടുത്ത് എന്തൊക്കെയോ പറയുന്നു. ജിഷിൻ നല്ലതുപോലെയാണ് കളിച്ചത്, നല്ല ഇതായിരുന്നു. PR ഇല്ല, അവർക്ക് PR ഇല്ല, ബാക്കിയുള്ളവർക്ക് PR ഉണ്ട്. ഈ അനുമോളെയൊക്കെയാണ് പറഞ്ഞത്. സത്യം പറയാല്ല, അനുമോളെ ഒരു PR അല്ല. ഞാൻ അന്ന് തൊട്ട് എനിക്ക് പിന്നെ അനുമോള് ജെനുവിനായിട്ടാണ് നിൽക്കണതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനും എൻ്റെ മക്കളും അനുമോൾക്ക് തന്നെയാണ് വോട്ട് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ അനുമോളാണൊക്കെ ഒരു ഗ്രാമത്തിൽ കിടക്കുന്നവരാണ്. ഞാൻ വിചാരിക്കണം ഇതെന്തിനാ ആളുകൾ ഇങ്ങനെ പറയണ. ഒരു PR ഇല്ല. എത്ര ആ കുട്ടി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഒരാഴ്ച അനുമോള് നോമിനേഷനിലില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇന്ന് അനുമോളില്ല, അനുമോള് നോമിനേഷനിൽ വരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനുമോൾക്ക് വോട്ട് കൊടുക്കാനായിട്ട്. ജെനുവിനായിട്ടാണ് നിൽക്കുന്നത്. അല്ലാതെ അവൾ കരഞ്ഞു മെഴുകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുലസ്ത്രീ, അവൾ ഒരു കുലസ്ത്രീ അല്ല. അവൾ എങ്ങനെയാണ് ഇവിടെ അതുപോലെ തന്നെയാണ് അവിടെ. അവളെ സ്നേഹിക്കണവർക്ക് അവൾ ജീവൻ പോലും പറിച്ചു കൊടുക്കും. ആ കണക്കിനുള്ള സ്നേഹമാണ് എല്ലാവരും വിചാരിക്കും. അതുപോലെ ശൈത്യയെ സ്നേഹിച്ചില്ലേ, അത് യഥാർത്ഥമായിരുന്നു ശൈത്യയെ സ്നേഹിച്ചു. പക്ഷേ ശൈത്യ വിഷമായിരുന്നു. അവൾ അനുമോളിൽ നിന്ന് ഓരോ വാക്കുകൾ ചൂഴ്ന്നെടുത്തുകൊണ്ട് അവൾ പരദൂഷണം മൊത്തത്തിൽ ആ ബിഗ് ബോസിനകത്തുള്ള അപ്പാനി ശരത്തിൻ്റെ അടുത്തും അക്ബറിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പോയി ശൈത്യ പരദൂഷണം പറയാതിരുന്നെങ്കിൽ ശൈത്യ കുറേ നാളും കൂടെ നിന്നൻ. അതുപോലെ അപ്പാനി ശരത്ത് എന്തെല്ലാം പറഞ്ഞ്. അതുപോലെ ഇപ്പോൾ ഓരോരുത്തരും പറയുന്നുണ്ട്
ആദില ആദ്യമൊക്കെ എനിക്ക് ഫേക്കായിട്ടാണ് തോന്നിയത്. പക്ഷേ അനുമോള ആരിപ്പോഴെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ പറയരുത്, അനുമോള് സുഖമില്ല. 2 ദിവസം അനുമോൾക്ക് സുഖമില്ലായിരുന്നു. അപ്പോഴും പറയുന്നതായിട്ട് ആദില പറഞ്ഞു അനുമോള് സുഖമില്ലാതെ കിടക്കുകയാണ്. അവളെ അനുമോളെ പ്ലാച്ചിയ നെവിൻ എടുത്തുകൊണ്ട് ഓടിയായിരുന്നു. നെവിനെ എടുക്കല്ലേ, അവൾക്ക് സുഖമില്ല, ശകലോ സുഖമില്ലാതെ കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അനുമോക്ക് ഒട്ടും വയ്യാതെ 2 ദിവസം അതിനകത്ത് ഒരു മിണ്ടാട്ടം ഇല്ലാതെ കിടക്കുമായിരുന്നു. അപ്പോഴൊക്കെ ആദില സപ്പോർട്ട് നിന്ന്, അതുപോലെ ഓരോ കാര്യങ്ങൾക്ക് സപ്പോർട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറയുന്നത് എന്തോന്നാണ്, ആദിലൊരു സെക്കൻഡ് വൈഫാണ്. ഒന്ന് പറയാലോ, ഈ അനുമോളെന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര സ്നേഹമാണ്. കള്ളത്തരം അറിഞ്ഞൂടാത്തോണ്ടാണ് ആ കുട്ടി അങ്ങനെ സ്നേഹിക്കുന്നത്, അല്ലാതെ അനുമോക്ക് അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ കണ്ണിൻ്റെ കാഴ്ചയാണ്. അതുപോലെ ജീവൻ അതിനകത്ത് കയറി അനുമോളെ കൂടെ സീരിയലിൽ അഭിനയിച്ച ജീവനൊക്കെ ഹാപ്പി കപ്പിൾസ് എന്നും പറഞ്ഞുകൊണ്ട് അവന് വേറെ ഒന്നുമില്ല. ഇത് ഏഷ്യാനെറ്റ് കളിച്ച കളിയാണ്. അനുമോള തളർത്തിയിരുത്താൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റ് കാണിച്ച അനുമോക്ക് നെഗറ്റീവ് കൊടുക്കാൻ വേണ്ടി ബിഗ് ബോസ് ഇങ്ങനെയൊക്കെയാണ് കളിക്കുന്നത്. ഇതാണ് 7ൻ്റെ പണി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവനെ കയറ്റേണ്ടി വല്ല കാര്യമുണ്ടോ? അവർ എത്രയോ വർഷം കൊണ്ട് ഈ ഫീൽഡിൽ നിന്ന് അഭിനയിക്കുന്നവരാണ്. അവർ പിന്നെ ഫാഷൻ ഷോകളിലും സീരിയലുകൾ അവരങ്ങനെ ഓരോ ഇതിലും സത്യം പറയാം, ഇവർ പൊങ്കാല ഇടാനും അങ്ങനെയൊക്കെ ഇവർ ഒരുമിച്ച് പോകും. ഭയങ്കര ഫ്രണ്ട്സാണ് ജീവനും ഈ അനുമോളും തമ്മിൽ. അനുമോളാനി ഇൻ്റർവ്യൂ ഇറങ്ങിയല്ല, ഇൻ്റർവ്യൂ ഞാനിപ്പോൾ കണ്ടായിരുന്നല്ല. അതിൽ ആ ഇൻ്റർവ്യൂ നടത്തുന്ന ആങ്കർ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ? അപ്പോഴും പറയണേ ഇല്ല, ഒരിക്കലും ഇല്ല, എൻ്റെ സഹോദരനാണ്, എനിക്കങ്ങനെ തോന്നേ ഇല്ല കല്യാണം കഴിക്കാൻ, എൻ്റെ സഹോദരനാണ് എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. നല്ലതുപോലെ തന്നെയാണ് പറയണത്, അല്ലാതെ അനുമോൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഇത് എനിക്ക് തോന്നണത് ഇവർ തങ്ങളിൽ ഈ സീരിയലിൽ അഭിനയിക്കുന്ന സമയത്തോ എന്തോ ചിലപ്പോൾ ക്യാഷിൻ്റെ ഇഷ്യൂ ആയിരിക്കാം, അവരെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയതായിരിക്കാം. അതിന് ഏതോ ഒരുത്തനെ എടുത്തു വെച്ച് വീഡിയോ ചെയ്തിട്ട് പ്ലാച്ചി മോള് പിന്നെ അനുമോള് എന്തേലും അവനെ പ്രേമിച്ചിട്ട് അനുമോള് അവനെ തേച്ചിട്ട് പോയി, എന്താണ് ഒന്നും അറിയാതെ. എന്നിട്ട് പറയണിട്ട് എന്തോന്ന് അവൻ്റെ അമ്മയെ വിളിച്ചിരുന്ന്. ഇതൊക്കെ ആളുകൾ കള്ളത്തരം പറയണേണ്. ആ കുട്ടിക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പം ഇനി അയാൾക്ക് വല്ലതാ തോന്നിയാന്തോ എനിക്കറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നത് ഇവർ തങ്ങളിലുള്ള ഒന്നി ക്യാഷ് ഇടപാട് എന്തോ ആണ്, അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ അവർ ഭയങ്കര ഫ്രണ്ട്സായിട്ട് നിന്ന് ഇതിൻ്റെ ഇടയിൽ എന്തോ തർക്കമായി അങ്ങനെ ആയിരിക്കാം സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ അങ്ങനെ ആവട്ടെ, അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അത് കഴിഞ്ഞ കാര്യമല്ലേ. പിന്നെ ഓരോരുത്തർ ഈ തമ്മിൽ കൊടുത്തിട്ട് എന്തെല്ലാണ് ആ കുട്ടിയെ പറ്റി പറയണത്. അത് ഒരു പെൺകുട്ടിയല്ലേ, അതിന് വെളിയിലോട്ടിറങ്ങി അതിന് ജീവിക്കണ്ടേ, അതിന് ഇനി ഒരു ഭാവിയില്ലേ. ഇതെന്താണ് നിങ്ങൾ ഈ പറഞ്ഞു കൂട്ടണത്? ആ അച്ഛനും അമ്മയ്ക്ക് എന്ത് വിഷമം കാണും ഒരു പെൺകുട്ടിയെ ഇത്ര അറ്റത്തോളവും പറയാനായിട്ട്. അവൻ്റെ പാട്ടിന് പോയി. പിന്നെ ഏതിലൊക്കെയോ ഞാൻ കണ്ടായിരുന്നു ഇയാൾ ഈ ജീവൻ എന്ന് പറയുന്ന അവൻ വേറൊരു പെൺകുട്ടിയായിട്ട് കണക്ഷനായിരുന്നു, എന്നിട്ട് അതിലൊരു കുട്ടിയുണ്ടെന്ന് ഞാനിതിൽ കണ്ടതാണ്, യൂട്യൂബിൽ ഞാൻ കണ്ടതാണ്. കണക്ഷനായിരുന്നു, അതിൽ കുട്ടിയുണ്ടെന്നും ഇത് അനുമോൾ അറിഞ്ഞില്ലായിരുന്നു. അനുമോളുടെ അടുത്ത് പറയാത്തത് കൊണ്ടാണ് അനുമോൾ ഇങ്ങനെ പറഞ്ഞെന്നോ അതിനെക്കുറിച്ച് അറിയാൻ പറ്റൂല. ഇനി മോനും ആയതിന് ശേഷം പിന്നെ ഇനി അനുമോളടുത്ത് ആ ബന്ധമൊക്കെ വേർപെടുത്തിയതിന് ശേഷം കല്യാണം കഴിച്ചെന്ന് പറയാതെ ഇനി അനുമോളെ പോയി ഇനി അനുമോളെ ഇഷ്ടമാണെന്ന് അങ്ങനെ പറഞ്ഞോ? അനുമോൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറയട്ടെ. ഇപ്പൊ എന്തിനാണ് ആ കുട്ടി അതിനകത്ത് ബിഗ് ബോസിൽ പോയത്? എന്തിനാണ്? ഗെയിം കളിക്കാനാണ്. എന്തിനാണ് അവൾക്ക് ഓരോ നെഗറ്റീവ് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണത്? ആവശ്യമില്ലാതെ വീഡിയോകൾ ചെയ്യുന്ന ഒരു പാവം കുട്ടിയാണത്. അതിന് സത്യം പറഞ്ഞാൽ കള്ളത്തരം അറിഞ്ഞൂടാ. എപ്പോഴും അത് ചിരിക്കുമ്പോൾ സമയത്ത് അതങ്ങ് ചിരിക്കില്ല, പൊട്ടിച്ചിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾക്ക് പെട്ടെന്ന് സങ്കടം വരും. ചിലപ്പോൾ അനുമോക്ക് അതിന് ശേഷം ഈ ജീവനുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം അനുമോക്ക് വേറെ വിവാഹാലോചന വന്ന് കാണും. അത് ചിലപ്പോൾ യവൻ തട്ടിമാറ്റി കളഞ്ഞു കാണുമായിരിക്കും. എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് പറഞ്ഞ് അത് ഒഴിഞ്ഞു പോവാനായിട്ട് അവൻ വല്ലതൊക്കെ ചെയ്ത് കാണും. അതുകൊണ്ടായിരിക്കും അനുമോള് ആദിലേരടുത്തും നൂറേരടുത്തും പറഞ്ഞത് അവൻ എൻ്റെ ജീവിതം നശിപ്പിച്ചു. ചിലപ്പോൾ അതും അറിയാൻ പറ്റൂല. അവൾക്ക് വേറെ വിവാഹാലോചനകൾ വന്നത് യവൻ തട്ടിമാറ്റി കളഞ്ഞിട്ടുണ്ട്, യവൻ ഇടങ്ങേറി നിന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ആ കുട്ടിയുടെ എൻ്റെ ജീവിതം അവൻ നശിപ്പിച്ചെന്ന് പറഞ്ഞതിനുള്ള കാരണം അതായിരിക്കും. എന്തായാലും അനുമോള് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അനുമോള് പറയാതിരിക്കൂല. അപ്പം ഇതിനകത്ത് നിന്ന് ആ കുട്ടി കളിക്കുന്ന സമയത്ത് നല്ലതുപോലെ നിന്ന് കളിക്കട്ടെ. അത് ഗെയിം കളിക്കുന്നത് കളിക്കട്ടെ, അത് സന്തോഷമായിട്ട് നിൽക്കട്ടെ. ഓരോരുത്തർ എന്തിനാണ് ഈ സന്തോഷം നശിപ്പിക്കാനായിട്ട് അതിനകത്തോട്ട് ചെന്ന് കയറുന്നത്? വൃത്തിയിട്ട വേലകളല്ലേ ഈ കാണിക്കണത്?
എന്നിട്ട് പറഞ്ഞുണ്ടാക്കണം അനുമോളെ കാമുകനാണ്, എന്തെല്ലാം പറയണം. അവൾ സന്തോഷമായിട്ട് തന്നെ നിൽക്കണം, അവൾക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പം ലാലേട്ടൻ വന്നപ്പോഴത്തേക്ക് ഇപ്പം എന്തായാലും അനുമോളടുത്ത് സത്യം പറഞ്ഞാൽ ഈ എപ്പിസോഡ് തൂക്കിയത് അനുമോളാണ്. അടിപൊളിയായിരുന്നു. അതിന് മുമ്പ് അത് ലാലേട്ടൻ്റെ അടുത്ത് കുഞ്ഞുനാളിൽ സ്വപ്നം കണ്ട കാര്യങ്ങൾ ലാലേട്ടനെ ഇഷ്ടമാണെന്ന് അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും അത് സ്വപ്നം കണ്ടത് അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞതായിട്ടും ലാലേട്ടനെ കൊണ്ട് ഐ ലവ് യു പറയും. അവൾക്ക് എന്തോ ഒരു സന്തോഷം. വേറെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണ് അനുമോള്.